നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വണ്ടി ഒന്ന് ഇറക്കിയാലോ? നമ്മളുടെ വണ്ടി ഫെബ്രുവരി 7-നാണല്ലോ അത് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത്. അപ്പം നമ്മുടെ കളമശ്ശേരി മഹീന്ദ്ര ബിസ്മി ഇലക്ട്രോണിക്സിൻ്റെ അടുത്താണ് കേട്ടോ. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഉണ്ണിയങ്കിളിൻ്റെ ഓട്ടോയ്ക്കാണ് കേട്ടോ ഞാനും സാമും കുട്ടികളും പോയത്. രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പനി പിടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 6-ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തൊണ്ടയ്ക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. രാത്രി ആയപ്പോഴേക്കും നല്ല പനി, ചുമ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ അന്റാർട്ടിക്കയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ടിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റി. ഞാൻ വെർച്വൽ സൈൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ പോലും അന്വേഷിച്ചായിരുന്നു സാമിനോട്. പക്ഷേ സാം പറഞ്ഞു നടക്കത്തില്ല, വണ്ടി ഇറക്കാൻ താനും വരണമെന്ന് പറഞ്ഞിട്ട് മരുന്നിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അത്രയധികം വയ്യാണ്ടായി. ഞാൻ തല ചൂടുവെള്ളത്തിൽ കുളിച്ചു. എത്ര വന്നാലും നമ്മൾ ഒരു നല്ലൊരു കാര്യത്തിന് പോവല്ലേ, തല കുളിക്കാണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് തലയിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചിരിക്കുവാണ്. മുടി പോലും പ്രോപ്പറായിട്ട് ഉണങ്ങിയിട്ടില്ല. എന്തായാലും വളരെ ഒരു ട്രാജഡി ആയിപ്പോയി എൻ്റെ കാര്യത്തിൽ മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും സോഫ്റ്റായിട്ട് നടന്നു. അപ്പം ഞാൻ ഈ ഫോൺ വിളിച്ചിട്ട് ബിസി കാണിച്ച് നടക്കുകയല്ല. അതിനിടയിൽ എനിക്ക് സോളാറുകാർ ഒരു പണി തന്നു. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതായിരുന്നു ഫ്രൈഡേയിലത്തെ വർക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന്. പക്ഷേ ആ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടനൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു കോർഡിനേറ്ററിന്. അത് നമുക്ക് ആർക്കും സംഭവിക്കാം അല്ലോ. അതുകൊണ്ടിട്ട് ആ ചേട്ടൻ പറയാൻ വിട്ടുപോയി. കാരണം ആ തിരക്കിൽ സ്വാഭാവികം. അപ്പം പണിക്കാരെല്ലാവരും വന്ന് വീടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ട് പോന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കാര്യം ഒന്ന് സെറ്റാക്കുന്ന സംസാരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. ഇനിയിപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഫൈനൽ ഡോക്യുമെൻറ്റേഷൻ. അതിന് മുന്നേ നമ്മുടെ ഡോർ ഗ്ലാഡിങ്ങും അതേപോലെ തന്നെ മഡ് ഫ്ലാപ്പും കുറച്ച് ഫിറ്റിങ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതെല്ലാം നിതിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ നിതിൻ, ഞാൻ പറഞ്ഞ നിതിൻ ഇതാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ക്ലിയർ ചെയ്താണ് കാണുന്നത്. സാം ആദ്യമായിട്ട് വായിച്ച് നോക്കുന്നത് പോലെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവസ്ഥ പാവം. അങ്ങനെ അതിന് ശേഷം പിന്നെ അവിടെ ഇന്നിപ്പം ഇതിൻ്റെ കെയർ ഓഫിൽ തന്നെ 2 വണ്ടി, പിന്നെ ഒരുപാട് വണ്ടികൾ ഇ വി ആണല്ലോ ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത്. ഒരുപാട് വണ്ടികൾ ഇറക്കുന്ന പരിപാടിയും തിരക്കൊക്കെ ആയിരുന്നു ഷോറൂമിലെ എല്ലാ ആളുകളും. പിന്നെ എൻ്റെ അവസാനത്തെ ഞാൻ സൈൻ ചെയ്യേണ്ട കുറേ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ഇന്നപ്പം മൊത്തത്തിൽ ഷോറൂമിൽ തിരക്കായിരുന്നു. പക്ഷേ നിതിൻ പറഞ്ഞതാണ് ഓൾ ഇന്ത്യ മഹീന്ദ്രയിൽ എന്തോ മെയിൻ്റെനൻസ് വർക്ക്, റിനോവേഷൻ വർക്ക് എന്തോ നടക്കുവാണ്. മെയിൻ്റെനൻസ് വർക്കല്ല, റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഷോറൂമിന് അകത്ത് വെച്ചിട്ടല്ല നമ്മുടെ വണ്ടി പുറത്തേക്ക് ഇറക്കുന്നത്, അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ്. എനിക്ക് ഷോറൂമിന് അകത്ത് വെച്ചിട്ട് പുറത്തിറക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്ത് പറയാനാണ്, നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടാണ്ടായി. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ഞാനത് നേരത്തെ സംസാരിച്ചായിരുന്നു, വല്ല ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇല്ല, ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. കാരണം ഒത്തിരി ശരിക്കും എനിക്ക് തോന്നുന്നു 20 ഡേയ്സ് ഹോൾഡ് ചെയ്ത് ഇട്ടു നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഹോൾഡ് പറയാനും പറ്റില്ല. മാത്രമല്ല നമ്മൾ റെൻറ്റേ കാറല്ലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബലീനോ വന്നിട്ട് രാവിലെ എടുത്തിട്ട് പോയായിരുന്നു. അതിൻ്റെ ഓണറല്ല, അവരുടെ ആ ഒരു ആളുകൾ വന്നിട്ട് അത് കൊണ്ടുപോയായിരുന്നു ബലീനോ. അപ്പോൾ പിന്നെ നമുക്ക് ഇനി മുന്നോട്ട് റെൻറ്റേ കാറായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര അഫോർഡബിളും അല്ല. അതുകൊണ്ടിട്ട് ഇന്ന് തന്നെ ഇറക്കിയേ പറ്റൂ. എനിക്ക് വയ്യെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് തന്നെ ഇറക്കിയേ പറ്റൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും കേട്ടോ. അങ്ങനെ വന്നിട്ട് നമ്മളുടെ സിഗ്നേച്ചർ കാര്യങ്ങൾ, ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നമ്മളുടെ വണ്ടി ഒന്ന് കാണണ്ടേ. ശരിക്കും ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി, അതായത് നമ്മളിപ്പോൾ സ്വന്തമാക്കാൻ പോകുന്ന വണ്ടി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പുള്ളിയും സാമും കണ്ടിട്ടില്ല. ഞങ്ങൾ മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ വണ്ടിയിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ വണ്ടി നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്മുടെ ബ്ലാക്ക് കർട്ടനൊക്കെ ഇട്ട് അവനെ ഇരുത്തിയിരിക്കുവാണ് കേട്ടോ. കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മളുടെ കൈകളിലാണല്ലോ എന്നുള്ളൊരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. പനിയും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം എന്നെ വിട്ട് പമ്പ കടന്നു പോയി കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണുമുഖമൊക്കെ ഭയങ്കര വീർത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കുറച്ച് വെയിറ്റും കൂടി ഉണ്ട്. അതുകൊണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പനിയുടെ എഫക്റ്റ് പോയപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി. മുടി ഉടനെ പുട്ടപ്പ് ചെയ്ത് കെട്ടിവെക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ സമാധാനമായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണ്, നമ്മുടെ വണ്ടി കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യണ്ടേ. ഈ കേക്കൊക്കെ കട്ട് ചെയ്യണതുണ്ടല്ലോ, അവിടെ വെച്ചിട്ടായപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ശരിക്കും. അവരുടെ ചെറിയൊരു ഓഫീസ് റൂമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ആ ഇൻഷുറൻസിൻ്റെ
ഇൻഷുറൻസിൻ്റെ കവർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇൻഷുറൻസും ടാക്സ് അടച്ച കവറൊക്കെ ആ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടോ. തിരിച്ചു പോയപ്പോൾ അത് എടുക്കാൻ മറന്നു കേട്ടോ. ഇപ്പോഴും അത് മിസ്സിംഗ് ആണ്. അത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അത് നോക്കണം, ഒന്നും കൂടെ മഹീന്ദ്രയിൽ പോയിട്ട് ഒന്നും കൂടി തപ്പണം. അത് കയ്യിൽ തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയി ആ തിരക്കിനിടയിൽ. അതാണ് സംഭവിച്ചത്. സാം ചേട്ടൻ എന്നെ പറയാത്ത ചീത്ത ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പിന്നെ വണ്ടി വാങ്ങിച്ചു കൊടുത്തതിലുള്ള ക്ഷീണം എനിക്ക് മാറി എന്തുവാണെന്നുണ്ടെങ്കിലും. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. സന്തോഷകരമായിട്ട് മധുരം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇനിയും നമുക്ക് നമ്മുടെ കർട്ടൻ റിലീസാണ്. കർട്ടനൊക്കെ മാറ്റി ഷോർട്സ് ഇടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല കേട്ടോ. ഒന്നും അങ്ങോട്ട് വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ലെന്ന് ഇപ്പം എന്ത് പറയാനാണെന്നേ. അങ്ങനെ നമ്മളുടെ കീ ഹാൻഡ് ഓവർ സെറിമണിയാണ്. നമ്മുടെ ബൈബിളിൽ വെച്ചിട്ട് കീ സാം വാങ്ങുന്നു. നമ്മുടെ ഇവക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു വന്ന് നിൽക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു അവൾ എടുത്തു തരാം വീഡിയോ എന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കണത് കേട്ടോ. അണിയറ പ്രവർത്തകയാകാനാണ് ഇഷ്ടം, അരങ്ങത്ത് വരാതെ. അരങ്ങത്ത് വരും, പതുക്കെ നമുക്ക് അവളെ കൊണ്ടുവരണം. പിന്നെ നിർബന്ധിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവൾ ഇഷ്ടമുള്ളപ്പം അവൾക്കൊരു മൂഡ് തോന്നുമ്പോൾ അവൾ വരട്ടെ, അത്രയേ ഉള്ളൂ. അവർ വരുന്നുണ്ട് ഇതിലൊക്കെ, വീഡിയോസിലൊക്കെ ലാസ്റ്റ് അവളുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വന്നിട്ട് പിന്നെ വന്നിട്ട് ഇനിയിപ്പം നമുക്കതിലൊന്ന് റൈഡ് പോകണ്ടേ. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഷോ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരുപാട് വണ്ടികൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ട് അവർക്കും പെട്ടെന്ന് കഴിപ്പിച്ച് വിടാനുള്ള ഒരു തിരക്കാണ്. അവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, ഒത്തിരി ഇതുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് ക്യാൻവാസ് ചെയ്തു EV വണ്ടി സാറിന് താല്പര്യമുണ്ടോയെന്ന്. അത് കേട്ട ഉടനെ സാറ് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ, EVയും കൂടി എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഒരു ത്രാണിയൊന്നും ഞങ്ങൾക്കില്ല, ഒന്നും വേണ്ട, പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവരെ പതിക്ക് ഒഴിവാക്കിയ എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മുടെ സെറക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. സെറക്കുട്ടിക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് കിട്ടി. സെറക്കുട്ടിയുടെ സ്വന്തം. സെറക്കുട്ടിക്ക് ഇതിനും കൂടുതലൊന്നും കിട്ടാനില്ല. വണ്ടി കിട്ടിയതിനേക്കാട്ടിലും സന്തോഷമായിരിക്കും ഈ ചോക്ലേറ്റിൻ്റെ ബോക്സ് കിട്ടിയത് എൻ്റെ കൊച്ചിന് എത്ര വന്നാലും. അതിനുശേഷം ഇതാണ് നമ്മളുടെ വണ്ടി. ഇതാണ് നമ്മളുടെ 074212. ഇതാണ് നമ്മുടെ നമ്പർ 4212. ഞാനത് ചൂസ് ചെയ്ത് വാങ്ങിച്ച നമ്പറാണ് കേട്ടോ. കാരണം ടോട്ടൽ 9 ആയിട്ട് വരണം. അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം, അത് ആഡ് ചെയ്ത് നോക്കുമ്പം, അപ്പം അങ്ങനെ ഞാൻ നോക്കിയെടുത്ത നമ്പറാണത്. അങ്ങനെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ നമുക്ക് സാമിനെ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ നിതിൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് പുള്ളിക്കാരനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ കരുതല്ലേ, ഞാനിങ്ങനെ കൊടുക്കുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. കാരണം ഞാനിതിന് പക്ക എതിര് നിന്നൊരാളായിരുന്നു. അതുകൊണ്ട് നിതിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് വണ്ടി ഇറക്കിയത്. ഫ്രണ്ട് സൈഡിൽ നടക്കില്ല, ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഇറക്കി. വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളൊരു മെമ്പറായി, മഹീന്ദ്രയുടെ ഒരു മെമ്പറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ വീണ്ടും വരേണ്ടതായിട്ടുണ്ടാവും. സർവീസും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാവും. 1000 കിലോമീറ്റർ കഴിയുമ്പോഴാണല്ലോ ആദ്യത്തെ സർവീസ്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് 10 ലിറ്റർ പെട്രോൾ ആദ്യം ഒരു ഫ്രീ പാസ് നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ആ 10 ലിറ്റർ പെട്രോൾ അടിക്കേണ്ട സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ 10 ലിറ്റർ പെട്രോളൊക്കെ അടിച്ചു. വണ്ടിയുടെ വയറൊക്കെ നിറച്ച് നമ്മൾ കണ്ടെയ്നർ റോട്ടിൽ കൂടി കയറിയിട്ട് എവിടെയായിരിക്കും നമ്മൾ പോകുന്നത്? മറ്റെങ്ങുമല്ല, നമ്മൾ അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ വല്ലാർപാടത്ത് അമ്മേനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും എൻ്റെ വീടിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാനിതുപോലെ തന്നെ വീടിൻ്റെ എനിക്ക് തോന്നുന്നു ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഒത്തിരി ഈവനിങ് ആയി. ഞാൻ ഒറ്റയ്ക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളതിന് പരിമിതി ഉണ്ടാവുമല്ലോ. അല്ലാതെ ഞാനിപ്പം സാം വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഫസ്റ്റ് പോയത് ഞാൻ വല്ലാർപാടത്തേക്ക് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയായിട്ടും നമ്മുടെ വല്ലാർപാടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റി. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടെയ്നർ റോഡാണ്. അതുകൂടാതെ തന്നെ നല്ല ഉച്ച സമയമാണ്. എല്ലാ കാര്യങ്ങളും നല്ല കണ്ട് വീക്ഷിച്ച് നമ്മുടെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ സെറക്കുട്ടിയും ഇവക്കുട്ടിയും ബാക്കിൽ നല്ല രീതിയിൽ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ കൊടുത്ത ചോക്ലേറ്റാണ് അവിടുത്തെ ഇന്നത്തെ ചിന്താവിഷയം. കാരണം ഒരു ചോക്ലേറ്റ് ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇതെല്ലാം എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചവിടെ വർത്താനവും കളിയും ചിരിയും, പിന്നെ അവരുടെ വഴക്ക് അവർ തീർത്തോളം നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിൽ ഞങ്ങൾ കൈകയറാറില്ല. പക്ഷേ ഈ വണ്ടി, ഇപ്പോൾ സാം പറഞ്ഞു വണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഇട്ടി പിടിക്കല്ലേ നീയൊക്കെ എന്നൊക്കെ പറഞ്ഞു. എത്ര ചോക്ലേറ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക്
ഇപ്പോഴും എന്താ പറയുക ഭയങ്കര ഹരമാണ് കേട്ടോ സംഭവം കാണുന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞല്ലേ. പിന്നെ ഇത് നമ്മൾ പള്ളിയിലേക്ക് എത്തി കേട്ടോ. പള്ളിയിലെത്തി. നമ്മുടെ പള്ളിയിലാണെന്നുണ്ടെങ്കിലും ഉച്ച സമയമായതുകൊണ്ടിട്ട് അത്ര വലിയ തിരക്ക് ഉണ്ടാവില്ല പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. വെഞ്ചിരിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വെറും ഒരു നിരാശ മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം, അതായത് ഐ തിങ്ക് ഞങ്ങളിപ്പം ഒരു 1:30 സമയത്ത് എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ കഴിക്കാൻ പോകാമെന്നൊക്കെയായിരുന്നു. പക്ഷേ അച്ഛൻ ഫ്രീ ആവുന്നത് 3:30-ക്കാണ്, അവരുടെ ബ്രേക്ക് ടൈമാണ്. 3:30-ക്കാണ് വെഞ്ചിരിപ്പ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറി കുറച്ചധികം നേരം പ്രാർത്ഥിച്ചു. വല്ലാർപാടത്ത് എപ്പോഴും വരുമ്പോൾ ഭയങ്കര നമുക്കൊരു ഫീൽ തന്നെയല്ലേ. അങ്ങനെ ഞങ്ങളിതേ വെച്ച് പോവാണ് കേട്ടോ. കൈയൊക്കെ പിടിച്ച് പോകുന്നുണ്ടെന്ന് തോന്നുമല്ലേ, ഭയങ്കര സ്നേഹമാണെന്ന്. അയ്യോ ഒന്നും പറയണ്ട. പക്ഷെ തല്ലുപിടുത്തമില്ലാത്ത ഫാമിലി ഇല്ലല്ലോ. തല്ലുപിടുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിലാണ് കേട്ടോ. പിള്ളേർ ചോദിക്കും ഞങ്ങളോട്, ഞങ്ങൾക്ക് നാണാവത്തില്ല ഇങ്ങനെ ഒന്നും തല്ലുപിടിക്കാമെന്ന്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് നമ്മുടെ സെറക്കുട്ടി പോകുന്ന കണ്ടില്ലേ. സെറക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ മുൻ പരിചയമുള്ള പോലെ, കാരണം അവൾ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് കേട്ടോ. മുൻ പരിചയമുള്ള സ്ഥലം തന്നെ ആയതുകൊണ്ടിട്ട് മിക്കപ്പോഴും ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാട്ടിലും എനിക്കിഷ്ടം ഈ അമ്പലം, പള്ളി, അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അറിയില്ല, അതിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലം. ഭയങ്കര ശാന്തത ഫീൽ ചെയ്യാറുണ്ട് പല സമയത്തും. നമ്മുടെ പല ക്രൈസിസിൻ്റെ സമയത്തും നമുക്ക് അമ്പലവും പള്ളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയൊരു ആശ്വാസം. അന്നേരം അപ്പോൾ നമുക്കിപ്പോഴും അതൊക്കെ തന്നെയാണ് സന്തോഷം തരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഈ അങ്കിളെ കണ്ടില്ലേ. ഈ അങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ DD ടവറില്ലേ, നമ്മുടെ എവിടെ കോൺവെൻറ്റ് ജംഗ്ഷൻ എറണാകുളം, അവിടുത്തെ വാച്ച്മാനായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് നമ്മുടെ സാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ അങ്കിൾ പിന്നെ വല്ലാർപാടത്താണ് അങ്കിളിൻ്റെ വീട്. അപ്പോൾ പള്ളിയിലെ വാച്ച്മാനായിട്ട് വന്നു. ഞങ്ങളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അങ്കിളിനെ വന്നിട്ടൊന്നും ഞങ്ങൾ ആ സമയത്തൊന്നും കണ്ടില്ലായിരുന്നു. 2009 ഞങ്ങൾ അങ്കിളിനെ മഷിയിട്ട് നോക്കിയിട്ട് 2 പ്രാവശ്യം ഞങ്ങൾ വന്നു കല്യാണം വിളിക്കാൻ, അങ്കിളിനെ കണ്ടില്ല. അപ്പം ആ 2009 കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എബ്രോഡ് പോയി. അങ്ങനെ ഞങ്ങളുടേതായ തിരക്കിലായി. അതിനുശേഷം അങ്കിളിനെ കാണുന്നത് ഇന്നാണ് കേട്ടോ. അങ്കിളിന് സാമിനെ കണ്ടപ്പോൾ മനസ്സിലായിന്നേ. പിന്നെ സാമിന് അങ്കിളിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ സാം തന്നെ അതിശയിച്ചു പോയി, ദൈവമേ അപ്പം എനിക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലേടി എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് സന്തോഷിക്കുകയായിരുന്നു കേട്ടോ. വലിയ മാറ്റമൊന്നും പുള്ളിക്കാരൻ അധികം മാറ്റം, ഒത്തിരി വണ്ണം വെച്ച് നല്ലാണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ടറിൽ 250 രൂപ വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ ഇങ്ങനെ കണ്ണക്കിനെ മിഴിച്ച് നോക്കിയിരിക്കുക, എന്നൊന്ന് വെഞ്ചിരിക്കൂ അച്ഛാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിന് ശേഷം നമ്മളുടെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം അച്ഛന് വരാറേയായി, ഏകദേശം അച്ഛൻ വരാറേയായി. സമയം 3:15 ആയിരുന്നു കാണും. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കിളീനെ കാണാൻ പോയി. അവിടെ ഒരു കിളിക്കൂടുണ്ട്, തത്തയുണ്ട്, എല്ലാവരും ഉണ്ട്. തത്തയും കിളിയല്ലേ വാ, ആ തത്തയും കിളി എല്ലാവരും ഉണ്ട് കേട്ടോ. വർത്താനം പറയുന്നൊരു തത്തയുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല രീതിയിൽ അവരതിനെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് അതിന് നമ്മുടെ വാച്ച്മാൻ അങ്കിളില്ലേ, അങ്കിളാണ് അതിന് പഴമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തത്ത നമ്മൾ വർത്താനം പറയുമ്പോൾ ഒപ്പം വർത്താനം പറയും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എന്നെ എന്തോ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. ഞാൻ വർത്താനം പറഞ്ഞിട്ട് അത് എന്തോ വേറെ ശബ്ദത്തിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. പിന്നെ ഞാൻ കൂടുതൽ പറയാൻ പോയില്ല. എന്തിനാ തത്തനെ ഹൈപ്പറാക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി. അങ്ങനെ പിന്നെ കുറച്ച് നേരം തത്തയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ കിടന്ന് അലയ്ക്കുന്നുണ്ട്, പക്ഷേ തത്ത ഒന്നും തിരിച്ചു പറഞ്ഞതുമില്ല. തത്തയുടെ ഭാഷയിൽ വേറെ എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടില്ല, ഇത് വേറെ എന്തോ സംഭവം തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ആ ചുണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ കൊത്തത്തൊന്നുമില്ല കേട്ടോ. പിള്ളേർ കൈവച്ച് കൊടുത്തു. അപ്പോൾ പിള്ളേർ പറഞ്ഞു കൊത്തിയില്ല എന്ന് പറഞ്ഞു. അമ്മ കൈവച്ച് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് പേടിയായി, ഞാൻ കൈയൊന്നും വെച്ച് കൊടുക്കാൻ പോയില്ല. പിന്നെ നമ്മുടെ വെഞ്ചിരിപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അച്ഛൻ അതിനുശേഷം വന്ന് വെഞ്ചിരിച്ചു. ബോണറ്റ് ഇതിനിടയിൽ നമ്മൾ ഓപ്പൺ ചെയ്യണമായിരുന്നു. ഇത്തരം നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ അങ്കിൾ വന്ന് എന്തോ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു. സന്തോഷമായി. ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. നമ്മുടെ വീട്ടിൽ കയറ്റും മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയിട്ടൊന്ന് വെഞ്ചിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വണ്ടി കയറ്റാമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് തന്നെ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് പള്ളിയുടെ അകത്ത് കുറേ നേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നിരുന്നത് കേട്ടോ. അതിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഒന്ന് ബ്ലെസ്സിങ് വേണം. ദൈവത്തിൻ്റെ ആണെങ്കിലും ഏത് ദൈവത്തിൻ്റെ ആണെങ്കിലും ബ്ലെസ്സിങ് വേണം എന്നുള്ളത് നിർബന്ധം തന്നെയായിരുന്നു കേട്ടോ. വിശന്ന് ഞങ്ങളുടെ കുടയിൽ കത്തി കേട്ടോ, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ വിട്ടത്
നമ്മളുടെ ലുലുവിലെ പാരഗണിലേക്കാണ് വിട്ടത്. ലുലുവിലെ പാരഗണിലേക്ക് വിട്ടത് വേറെ ഒന്നല്ല, ഏകദേശം ഒരു 3:30, അതായത് ലഞ്ചിൻ്റെ ടൈമും അല്ല എങ്കിൽ പക്ക നമ്മൾ ഈ ഈവനിങ് സ്നാക്കിൻ്റെ ടൈമും അല്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഗ്യാസ് കയറിയിട്ടാണോ എന്നറിയില്ല, പിന്നെ എൻ്റെ വിശപ്പൊക്കെ പോയി. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആ മഹീന്ദ്രയിൽ നമ്മൾ തന്ന കേക്കില്ലേ, അതിൻ്റെ ഒരു പീസും പിന്നെ എക്സ്ട്രാ 2 പീസും കൂടെ അതിൽ നിന്ന് ഞാൻ കടിച്ചെടുത്ത് തിന്ന് കഴിച്ചു. നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ, നമ്മൾ നാണിക്കേണ്ട കാര്യമില്ല, വിശക്കും സ്വാഭാവികമല്ലേ. അപ്പോൾ 2-3 പീസ് കേക്കും കൂടെ ഞാനെടുത്ത് കൊണ്ട് കഴിച്ചു. എൻ്റെ കേക്കിൻ്റെ ഇഷ്ടം കൊണ്ടിട്ടാണെന്നറിയില്ല, ആ കേക്ക് എനിക്ക് എൻ്റെ കാറിൽ അവർ വെച്ച് തരുകയും ചെയ്തു. ചേച്ചി കൊണ്ടുപോയി കഴിച്ചു, ഇവിടെ ഒരുപാട് സ്വീറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. സ്നേഹത്തോടെ തന്നെ നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കേക്ക് വണ്ടിയിൽ കൊണ്ടുവന്നു, കുറേ മെൽറ്റായി, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ കേക്കിന്. ചെറിയൊരു സാധാരണ ഒരു കേക്കാണ്, എന്നാലും സ്നേഹത്തോടെ തന്നുകൊണ്ടായിരിക്കണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്ക് കഴിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അങ്ങനെ നമ്മുടെ പാരഗണിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പം ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര എന്താ പറയുക, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഈവനിങ്ങിനൊക്കെ പോകത്തില്ലേ, ഈവനിങ്ങിന് പോകുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഉണ്ടാവാറുണ്ട്, നമ്മൾ ബുക്ക് ചെയ്ത് പോയില്ലെങ്കിലും കട്ട പോസ്റ്റ് ആവാറുണ്ട്. പക്ഷേ ഈ സമയത്ത് പോയപ്പോൾ ഉണ്ടല്ലോ, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഞങ്ങൾ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ, ഞാൻ പറഞ്ഞു ഞാൻ സാമിൻ്റെ അടുത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹമായിട്ട് രണ്ടുപേരും. പിള്ളേർ പറയുമായിരുന്നു അയ്യോ ഞങ്ങൾക്കിത് കാണാൻ വയ്യാന്ന്. അങ്ങനെ എനിക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു, ജിഞ്ചറല്ല മസാല ടീ ഒക്കെ വാങ്ങിച്ചു തന്നു. ആ മസാല ടീ കുടിച്ചപ്പം എനിക്ക് കിട്ടിയ സന്തോഷമുണ്ടല്ലോ, ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. എൻ്റെ ഡോളോൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ പമ്പ കിടന്നുകൊണ്ട് മുടിയൊക്കെ ഞാൻ പൊക്കി കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്, ഒന്ന് മുടിയൊക്കെ കുറച്ച് വെട്ടണം. പിന്നെ ഞാൻ എടുത്തു വെച്ച ഡ്രസ്സും ഇതല്ല, ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ് സ്ലീവ്ലെസ് ആയിരുന്നു. പക്ഷേ അതിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, വിറച്ച് ചാകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വുള്ളൻ ഡ്രസ്സ് ഇട്ടത്. ഞാൻ പറയുമായിരുന്നു അൻ്റാർട്ടിക്കയിൽ നിന്ന് വന്ന പോലെയുണ്ട്, എന്തുവാണ് ഈ ഡ്രസ്സൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷെ നല്ല സുഖമാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് അസുഖം വയ്യാത്തേക്ക് വരുമ്പം ഇങ്ങനെ അല്പം കട്ടിയുള്ള ഡ്രസ്സ് ഇടുന്നതല്ലേ നല്ലത്. നമ്മുടെ അവസ്ഥ നമുക്കറിയാം, അവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. പിന്നെ അതിനുശേഷം അതൊക്കെ പോട്ടെ, മാറ്ററിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അങ്ങോട്ട് വെപ്രാളം ഒന്നുമില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, വെപ്രാളം ഉണ്ടായിരുന്നു, പക്ഷേ ഗ്യാസ് കയറിയിട്ടാണെന്ന് തോന്നണം. പിന്നെ ഞാൻ മസാല ടീ കുടിച്ചില്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര ആക്രാന്തമൊന്നും എനിക്കില്ലായിരുന്നു കണ്ടിട്ട്. അപ്പം നമ്മളെന്തോ ബീഫിൻ്റെ എന്തോ പറഞ്ഞായിരുന്നു, പിന്നെ ചിക്കൻ 65 പറഞ്ഞായിരുന്നു. ഇവക്കുട്ടിക്ക് ബിരിയാണി ആയിരുന്നു, സെറക്കുട്ടിക്ക് വന്നിട്ട് ചിക്കൻ 65, സാമിന് എന്തോ ബീഫിൻ്റെ, എനിക്കെന്തോ ചില്ലി ഗോബി, പിന്നെ പൊറോട്ട, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. സത്യം പറയാം, ചില്ലി ഗോപിയൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വേറെന്തോ ജ്യൂസോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് സത്യമായിട്ടും എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഒരു 5 പ്രാവശ്യം നമുക്ക് കഴിക്കാം, ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ കഴിക്കാം. പക്ഷേ നമ്മൾ നല്ലൊരു ഇവൻ്റ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പുള്ളി തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ കാറിൻ്റെ താറിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. ബൈ, സീ യു.